രാജ്മോഹൻ സാർ, മറ്റ് പാനലിസ്റ്റുകൾ രേഖപ്പെടുത്തിയ ആശങ്ക അതുകൂടി കണക്കിലെടുക്കുമ്പോൾ നോക്കൂ, നിലവിലുള്ള അന്വേഷണത്തിൽ വിശ്വാസം ഇല്ല. മാത്രമല്ല, ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിന് രാജ്യാന്തര ബന്ധം ഉണ്ട് എന്ന് പറയുന്നു. ഒരു വലിയൊരു മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ. വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൊന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല. കോടതി തന്നെ നിരീക്ഷിച്ചല്ലോ, വൻ സ്രാവുകളുണ്ട്, തിമിംഗലങ്ങൾ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അവരിലേക്കൊക്കെ അന്വേഷണം എത്തണമെങ്കിൽ, അല്ലെങ്കിൽ അവരൊക്കെ നിയമത്തിന് മുന്നിൽ വരണമെങ്കിൽ സ്വാഭാവികമായും മറ്റൊരു ഏജൻസി അന്വേഷിക്കുന്നതല്ലേ അഭികാമ്യം. മറ്റൊരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽ കൂടി ഞാൻ പെടുത്തുകയാണ്. ഈ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത്, ഈ തട്ടിപ്പ് പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ദേവസ്വം വിജിലൻസിൽ ഉണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥർ SITയിൽ തുടരുന്നത്, SITയിൽ അവരെ ഉൾപ്പെടുത്തിയത് അഭംഗി തന്നെയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് അവരെ ഉൾപ്പെടുത്തിയത്? നമ്മുടെ കേരള പോലീസിൽ എന്താ അന്വേഷണ ഉദ്യോഗസ്ഥർ, സമർത്ഥരായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഇല്ലാത്തതാണോ? എന്തുകൊണ്ടായിരിക്കാം ആ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയത്? ശ്രീ അനിൽ നമ്പ്യാർ, എൻ്റെ ഇൻഫർമേഷൻ, അക്കോർഡിംഗ് ടു മൈ ഇൻഫർമേഷൻ, സബ്ജക്ട് ടു കറക്ഷൻ, ആ 2 ഉദ്യോഗസ്ഥന്മാരെ ഈ SITയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. മൈ ഇൻഫർമേഷൻ. അത് വേണമെങ്കിൽ സബ്ജക്ട് ടു നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ്. കാരണം നേരത്തെ ആ ഉദ്യോഗസ്ഥന്മാരെ പേരുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ SP-യുടെ നിർദ്ദേശം, SP-യുടെ സജഷൻ മാറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. എൻ്റെ ഇൻഫർമേഷൻ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് അവരില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഇനിയിപ്പം ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഈ സംശയങ്ങൾ, സമൂഹത്തിലുള്ള സംശയങ്ങൾ, അല്ല ഭക്തർക്കുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും ന്യായമാണ്, അല്ല ഒന്നും പറയുന്നില്ല. കാരണം പല കേസുകളിലും കേന്ദ്ര ഏജൻസികളായാലും സംസ്ഥാന ഏജൻസികളായാലും ഒളിച്ചു കളിക്കുന്ന ഒരുപാട് സെൻസേഷണൽ കേസസ് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് കേരളത്തിലുണ്ട്. നേരത്തെ ശ്രീ ഗുരുമൂർത്തി അദ്ദേഹം പറഞ്ഞ മാതിരി ശരിയാണ്. ഒരുപാട് കേസുകളിൽ നമ്മളൊക്കെ ചർച്ച ചെയ്താണ്, നമ്മളൊക്കെ പ്രതീക്ഷിച്ച ലെവലിൽ കാര്യങ്ങൾ നീങ്ങിയില്ല. അത് തെളിവുകളുടെ അഭാവം കൊണ്ടാണെന്നാണ് ഞാനൊക്കെ കരുതുന്നത്. അല്ല, ചില സമയം ഈ പറഞ്ഞ മാതിരി ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും, പൊളിറ്റിക്കൽ. നമ്മളെല്ലാം ഈ പൊളിറ്റിക്കൽ കോംപ്രമൈസിന് പോകുന്നുണ്ടോ എന്ന സംശയം കുറേ കാലമായിട്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങളിലുണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം കേരളത്തെ, അതായത് ഈ സംസ്ഥാനം കേരള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത്തെ വൺ ഓഫ് ദ ബെസ്റ്റാണ് കുറച്ച് കാലങ്ങളായിട്ട്. അപ്പോൾ ഇത്ര നല്ല ഏത് ഫീൽഡായാലും, അത് എഡ്യൂക്കേഷൻ ആയാലും ശരി, അത് ആരോഗ്യരംഗമായാലും ശരി, ഏത് ഫീൽഡിലായാലും. കാരണം ഞാനൊക്കെ ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തതാണ്. പല ഡിസ്കഷൻ നടക്കുമ്പോഴും കേരളത്തിൻ്റെ കാര്യം പറയുമ്പം ബാക്കിയുള്ള ഓഫീസേഴ്സ്, സംസ്ഥാന ഓഫീസേഴ്സ് പറയുന്നോ കേരളം ഒരു എക്സംഷനാണ്, കേരളത്തിന് വെച്ചിട്ട് നമുക്ക് ഇന്ത്യ അളക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സംസ്ഥാനമാണ് ഈ കേരളം. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിന് നമ്മൾ രാഷ്ട്രീയമായിട്ട് ഈ ഫൈറ്റിൻ്റെ മുകളിൽ, അതായത് പല പൊളിറ്റിക്കൽ ഇക്വേഷന് പോലും ഈ സംസ്ഥാനം നശിപ്പിക്കുകയാണ്, നമ്മൾ ഈ ഭരണം കൊണ്ട് നശിപ്പിക്കുകയാണ്. അപ്പോൾ സമയാസമയങ്ങളിൽ കാതലായ മാറ്റങ്ങൾ അത്യാവശ്യമാണ് നമ്മൾ ഈ പൊളിറ്റിക്കൽ സെറ്റപ്പിൽ. അതിനെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൊതുജനങ്ങൾക്ക് സംശയം അതുകൊണ്ടൊക്കെയാണ്. പൊതുസമൂഹം സംശയിക്കുന്നത് ഇത് ശരിയായി നേരാവണ്ണം പോവോ. പക്ഷെ ഇപ്പോഴും ഞാൻ കരുതുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർ നല്ല നല്ല ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആരൊക്കെ പ്രതീക്ഷിക്കുന്നത്, എത്ര ടോപ്പ് ലെവൽ ആയാലും ശരി, നേരത്തെ പറഞ്ഞ മാതിരി ബോർഡ് ചെയർമാൻ, അതിൻ്റെ മുകളിൽ വകുപ്പ് മന്ത്രി, ഏത് ലെവലിൽ പോയാലും അവരൊക്കെ ഇതിലേക്ക് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വല്ല റോഡ് ബ്ലോക്കും ഈ അന്വേഷണ ഏജൻസിക്ക് ഉണ്ടാവും, ഡെഫിനറ്റ്. കാരണം എതിർകക്ഷികൾ അത്ര സ്ട്രോങ് ആണ്. സ്വാഭാവികമായിട്ടും പല റോഡ് ബ്ലോക്കുകളും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഉണ്ടാവും. ഈ റോഡ് ബ്ലോക്കുകളൊക്കെ മാറ്റപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ യഥാർത്ഥ ഭക്തനാണ്, ഞാൻ സ്ഥിരമായിട്ട് പോകും. ഞാൻ അവിടെ ഈ സ്വർണം ക്ലാഡ് ചെയ്യുന്നതിന് മുമ്പേയും സ്വർണം ക്ലാഡ് ചെയ്തതിന് ശേഷവും ഡ്യൂട്ടി ചെയ്തതാണ്. പല പ്രാവശ്യം അവിടെ പോയിട്ടാണ്, ഡ്യൂട്ടിയും ചെയ്തതാണ്. ഈ സാങ്ക്ടം സെക്ടറിൽ അയ്യപ്പൻ്റെ കൃപ കൊണ്ട് ഞാൻ പോയ സമയങ്ങളിലൊക്കെ എനിക്ക് സോപാന ഡ്യൂട്ടിയാണ് ഉണ്ടായത്, ദൈവം സഹായിച്ചിട്ട്. അപ്പം ഞാനൊക്കെ കണ്ടതാണ് അവിടുത്തെ സത്യവും നീതിയൊക്കെ. അത് എന്തായാലും ഇതിൽ വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അങ്ങനെയല്ല, എന്തെങ്കിലും റോഡ് ബ്ലോക്കോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും ടാമ്പറിങ്ങോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിൽ വല്ല ബാഹ്യ ഇടപെടലോ വല്ല സംസ്ഥാന ഗവൺമെൻറ് വല്ല ഇടപെടലുണ്ടായിട്ട് ആരെങ്കിലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൽ ഇടപെടുന്നു.
അപ്പോൾ നിർണായകമായ തീരുമാനം എടുത്തിട്ട് ശരിയായ ഏജൻസിക്ക് വേണമെങ്കിൽ CBIക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊരു ഭക്തൻ എന്ന നിലയിൽ, ഒരു മുൻ ഓഫീസർ എന്ന നിലയിലല്ല, ഒരു ഭക്തൻ എന്ന നിലയിൽ ഞാൻ അങ്ങനെ കരുതുകയാണ്. തീർച്ചയായും ഇതൊരു ലോജിക്കൽ കൺക്ലൂഷൻ ഉണ്ടാവും. ഇതിൽ ആരൊക്കെ കുറ്റക്കാർ അവരൊക്കെ ഈ നിയമത്തിൻ്റെ മുന്നിൽ വരും. അതിനുള്ള പ്രോസിക്യൂട്ടബിൾ എവിഡൻസ്, അതായത് കോടതി അംഗീകരിക്കുന്ന എവിഡൻസുകൾ നമ്മുടെ ഈ അന്വേഷണ ഏജൻസി തീർച്ചയായും ശേഖരിക്കുക എന്നതിന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. അത് നോക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് പോസിറ്റീവായിട്ട് നീങ്ങുക. ഇനി വല്ല വീഴ്ചകൾ വന്നിട്ട് തീർച്ചയായിട്ടും ഹൈക്കോടതിയും ഇത് ഇടപെട്ടിട്ട് അത് വേറെ ലാർജർ ബെഞ്ചിലേക്കോ അല്ലെങ്കിൽ ലാർജർ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ലാർജർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ മുന്നിലേക്കോ അല്ലെങ്കിൽ ലാർജർ ഗവൺമെൻറ് ഏജൻസിയിലേക്കോ സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. പക്ഷേ അത് വരുത്താതെ തന്നെ നമ്മുടെ SIT തന്നെ ഇതിനൊരു ലോജിക്കൽ കൺക്ലൂഷൻ ഉണ്ടാക്കും എന്നാണ് ഞാൻ കരുതുന്നത്.